നീറവയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു അവസരം കൂടെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് തന്നതിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 28-ാം വാക്യം വായിക്കുന്നു. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദം ഉണ്ടായി. അതിൻ്റെ 17-ാം അധ്യായം 1-ാം വാക്യം കൂടെ വായിക്കുന്നു. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു തന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. കർത്താവായ യേശുവിൻ്റെ ശുശ്രൂഷയിലെ സമാപനത്തിൽ കർത്താവ് 2 സന്ദർഭങ്ങൾ പറഞ്ഞ വാചകമാണ് ഇവിടെ വായിച്ചത്. ഒന്ന്, പെസഹയ്ക്ക് ഏതാണ്ട് അല്ലെങ്കിൽ യേശു ക്രൂശിക്കപ്പെടുന്ന ആ സന്ദർഭത്തിന് 6 ദിവസം മുൻപ് ബെഥാനിയയിൽ വന്ന കാര്യമാണ് 12-ാം അധ്യായം ആരംഭ ഭാഗത്ത് കാണുന്നത്. അത് കഴിഞ്ഞ് കർത്താവ് ഒലിവുമലയിൽ നിന്ന് കഴുതപ്പുറത്ത് യെരൂശലേമിലേക്ക് വന്ന ആ സംഭവം നടന്നു. അത് കഴിഞ്ഞ് ചില യവനന്മാർ ഫിലിപ്പോസിൻ്റെ അടുക്കൽ വന്ന് അവനെ ഞങ്ങൾക്ക് യേശുവിനെ ഒന്ന് കാണണം എന്നപേക്ഷിച്ചു. അപ്പോൾ ഇതെല്ലാം 12-ാം അധ്യായത്തിലുണ്ട്. ഫിലിപ്പോസും അന്ത്രയാസും കൂടെ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. ആ സമയത്ത് കർത്താവ് പറഞ്ഞ അല്ലെങ്കിൽ അതിൻ്റെ 24-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, ഗോതമ്പ് നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തന്നെയിരിക്കുന്നു, തത്വമെങ്കിലോ വളരെ വിളവുണ്ടാകും എന്ന് പറഞ്ഞിട്ട് അതൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് സ്വർഗത്തേക്ക് നോക്കി പിതാവിനോട് പറഞ്ഞ വാചകമാണ് നമ്മുടെ വായിച്ചത്. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഉടനെ മറുപടി, മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. 17-ാം അധ്യായം 1-ാം വാക്യത്തിൽ അത് തന്നെയാണ് കാണുന്നത്. എന്താണ് ദൈവം നമ്മൾ വാസ്തവമായി മഹത്വപ്പെടുന്നത്? എപ്പോഴാണ്? ഒരു വിധത്തിലുള്ള നല്ലൊരു ശതമാനം വിശ്വാസികൾക്കും ഇഷ്ടമില്ലാത്ത ഒരു ചിന്തയാണിത്. അവർ ഇത് ഒരിക്കലും ആഗ്രഹിക്കില്ല. പക്ഷേ സത്യം ഇതാണ്. അല്പമായി അതിനെക്കുറിച്ച് ചിന്തിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്നോട് വ്യക്തിപരമായി സംസാരിക്കുകയും ആ പാതയിൽ കൂടെ നടത്തുകയും ചെയ്തതായതുകൊണ്ട് എനിക്കത് ധൈര്യമായി പങ്കുവെക്കാൻ കഴിയും. എപ്പോഴൊക്കെയാണ് ദൈവം മഹത്വപ്പെടുന്നത്? വലിയ അത്ഭുത പ്രവൃത്തികളും വൻ ശുശ്രൂഷകളും ഒക്കെ നടക്കുമ്പോൾ ഒരു പക്ഷേ ഓൾ റോബിൻസനെ പോലോ T.L. ഓസ്ബോണിനെ പോലോ അല്ലെങ്കിൽ മറ്റ് പല ദൈവദാസന്മാരുടെ കൂടെ അനേകർ അല്ലെങ്കിൽ കമ്പയിലെ ഗ്രാമിനെ പോലോ ഉള്ള വലിയ പ്രവൃത്തി അവരുടെ ശുശ്രൂഷയിൽ ആര്യങ്ങൾ മാനസാന്തരപ്പെടുന്നു, കർത്താവിനെ കണ്ടെത്തുന്നു, ഇങ്ങനെ വിടുതലുണ്ടാകുന്നു. ഇതൊക്കെ വച്ച് ആ നിലയിൽ അപ്പോൾ മഹത്വം എല്ലാ രീതിയിലും ദൈവമഹത്വം വെളിപ്പെടുന്നു. ശരിയാണ്. പക്ഷെ അത് മാത്രമാണോ? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ കാണാം, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അല്ല, ഫലം വരുന്നത് പുറത്തു നിന്നല്ല. ഓരോ മരത്തിലും അതിൻ്റെ ഫലം വരുന്നത് പുറത്തു നിന്നല്ല, അകത്തു നിന്നാണ്. അപ്പോൾ അകത്തു നിന്ന് വേര് വലിച്ചെടുക്കുന്ന പോഷക മൂല്യങ്ങളിൽ നിന്നാണ് ആ വൃക്ഷങ്ങളിൽ ഫലമെല്ലാം ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ പിതാവ് മഹത്വപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് തികച്ചും ശരിയാണ്. എന്നാൽ കർത്താവ് കൂടെ പറഞ്ഞ സംഭവം അതുമായിട്ട് വേറൊരു മാർഗം കൂടെ ഉണ്ട്. അത് നമുക്കിഷ്ടമുള്ള മാർഗമല്ല. എന്താണെന്നറിയാമോ? നമ്മെ നുറുക്കുന്ന മാർഗം. കർത്താവ് ഈ 12-ാം അധ്യായത്തിലും 17-ാം അധ്യായത്തിലും മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞപ്പോൾ പിന്നീട്
അവിടെ മൗത്വത്തിൻ്റെ കാര്യം അല്ലെങ്കിൽ നാം ചിന്തിക്കുന്ന പോലുള്ള മൗത്വത്തിൻ്റെ കാര്യം ഒന്നുമല്ല നടന്നത്. പിന്നെയോ അപമാനത്തിൻ്റെ യേശുവിനെ 17-ാം അധ്യായത്തിൽ കർത്താവ് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നാം കാണുന്നത് അവനെ അറസ്റ്റ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഗെത്ശമനത്തോട്ടത്തിൽ നിന്ന് കർത്താവിനെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ്. പിന്നെ വിസ്താരം, അപമാനം എന്തിനു പറയുന്നു, നിന്ന, മാറി 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 അവനെ ചോദ്യം ചെയ്യുന്ന, പല കോടതികൾ ഹാജരാക്കുന്ന, ചുരുക്കം പറഞ്ഞ അപമാനിക്കുന്ന, ഒന്നിന് കർത്താവിനെ അപമാനിക്കുന്നതാണ് നാം കാണുന്നത്. അതെങ്ങനെയാ മൗത്വമാകുന്നത്? ഒരിക്കലും അത് മൗത്വമൊന്നും പറയാനൊക്കെയില്ല. ഒടുവിൽ ചുരുക്കി പറഞ്ഞാൽ അവനെ ക്രൂശിൽ തറച്ചു. അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ മാനമാകും, എങ്ങനെ മഹത്വമാകും പറഞ്ഞല്ലോ. കയ്യഫാവിൻ്റെ മുന്നേ ഹാജരാക്കി, ഹന്നാവിൻ്റെ മുന്നേ ഹാജരാക്കി, കയ്യഫാവിൻ്റെ മുന്നേ ഹാജരാക്കി, പീലാത്തോസിൻ്റെ മുന്നിൽ ഹാജരാക്കി, പിന്നെ ഹെരോദാവിൻ്റെ മുന്നിൽ ഹാജരാക്കി, വീണ്ടും പീലാത്തോസിൻ്റെ അടുക്ക് വന്നു. ഹെരോദാവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഹെരോദാവ് അവനെ പരിഹസിച്ച് നിസ്സാരനാക്കി വിട്ടു എന്നാണ്. അവൻ്റെ ഇതിനിടയ്ക്ക് ആ സമയത്തൊക്കെ അവൻ്റെ മുഖത്തുള്ള രോമം പിച്ചു പറിച്ചു, മുള്ളുകൊണ്ട് കിരീടം മടഞ്ഞ് തലയിൽ വെച്ച് ആഞ്ഞടിച്ചു, ചമ്മട്ടി കൊണ്ട് അടിച്ചു, ഉഴവുചാല് പോലെ അവൻ്റെ മുതുക് കീറി. ഇങ്ങനൊക്കെ ചെയ്തപ്പോൾ എങ്ങനെയാണ് ദൈവം നാം മഹത്വപ്പെടുന്നത്? ഒന്ന് ചിന്തിക്കണം. അതെല്ലാം കഴിഞ്ഞാണ് ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. യേശു ക്രൂശിൽ കിടക്കുമ്പോൾ ഒടുവിലാണല്ലോ ചുറ്റും കൂടിയെന്ന് മത്തായിയുടെയും മർക്കോസിനെയും ലൂക്കോസിനെയും ഒക്കെ സുവിശേഷങ്ങൾ വായിച്ചാൽ അവിടെ മഹാപുരന്മാരും എല്ലാം ഉണ്ട്, പരീശന്മാരുണ്ട്, ജനക്കൂട്ടം ഒത്തിരി ഉണ്ട്. അവരെ ഒരു കുഞ്ഞു പോലും ഇവൻ ദൈവപുത്രനാണെന്ന് പറയാതെ അവർ എല്ലാം അവനെ പരിഹസിച്ചു. നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ. ക്രൂശിച്ച ഉടനെ കർത്താവ് യേശു മരിച്ചില്ലല്ലോ. നീ ദൈവപുത്രനാണെ ഇറങ്ങി വാ, ദൈവപുത്രനാണെ ഇറങ്ങി വാ എന്നും പറഞ്ഞ് ഞങ്ങളിപ്പം നിന്നിൽ വിശ്വസിക്കാം അവനെ നിന്ദിച്ചു പറഞ്ഞു. ആ സമയത്ത് കർത്താവായ യേശു ഒന്നും പ്രതികരിച്ചായി കാണുന്നില്ല. സാധാരണഗതിക്ക് ഇനി അവർ മാത്രമല്ല, അവനോടുകൂടി ഇടവും വലവും ക്രൂശിച്ചിരുന്നവരും ഒരുത്തൻ കർത്താവിനെ അവിടെയും നിന്ദിച്ചു. നോക്കണം, അവിടെയും നിന്ദിച്ചു. ഒരുത്തൻ പറഞ്ഞു എന്നെ ഓർത്തോണേ എന്ന്. അപ്പോൾ സകല വിധത്തിലും അവനെ എന്തെല്ലാം വിധത്തിൽ അവൻ തകർക്കാമോ ആ വിധത്തിലെല്ലാം തകർത്തു. സംഗീതത്തിൻ്റെ വാക്യമുണ്ടല്ലോ, നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു. കർത്താവിനെ ഇങ്ങനെയൊക്കെ അവർ നിന്ദിക്കുമ്പോഴും അവസാനം നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാ എന്ന് പറഞ്ഞപ്പോൾ കർത്താവിന് ഈസിയായിട്ട് ഇറങ്ങി വരാം. കാരണം അപ്പോഴും താൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ഈസിയായിട്ട് കർത്താവിന് ഇറങ്ങിപ്പോരാം. അല്ല, അത് വേണ്ട. അവിടെ വെച്ച് കർത്താവ് ഒന്ന് നോക്കിയാൽ മതി. തന്നെ നിന്ദിക്കുന്നവരെ യേശുവിൻ്റെ തേജസ്സുള്ള കണ്ണുകൊണ്ട്, പാപമില്ലാത്ത കണ്ണുകൾ കൊണ്ട് ക്രൂശിൽ കിടന്നുകൊണ്ട് അവനൊന്ന് നോക്കിയാൽ മതി. ഞാൻ വിശ്വസിക്കുന്നു അവർ ഞെട്ടും, അല്ലറയ്ക്കരയും. പത്രോസിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയുള്ളൂ തള്ളി പറഞ്ഞ സമയത്ത്. കോഴി 2 പ്രാവശ്യം കൂവും മുൻപ് നീ എന്നെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞ കർത്താവ് പറഞ്ഞിരിക്കേ. ആ സമയമായപ്പോൾ കർത്താവ് 3 പ്രാവശ്യവും പത്രോസ് തള്ളി പറഞ്ഞു. കർത്താവ് തിരിഞ്ഞു നോക്കിയതേ ഉള്ളൂ. പുറത്തിറങ്ങിയ ദുഃഖത്തോടെ കരഞ്ഞു. അങ്ങനെയെങ്കിൽ എൻ്റെ കർത്താവ് എന്തും കഴിയും. പക്ഷേ യേശു ചെയ്തില്ല. ഞാൻ ചോദിക്കട്ടെ, മറ്റെല്ലാം സഹിക്കാം. നമുക്ക് നഷ്ടവും ക്ലേശവും വേദനയും ഭാരവും ദുഃഖവും മറ്റു രീതിയിലുള്ള ഉപദ്രവങ്ങളെല്ലാം സഹിക്കാം. നമ്മുടെ ജീവിതത്തിൽ ചില സമയത്ത് ചില മനുഷ്യർ നമ്മുടെ ആളത്വത്തെ ചോദ്യം ചെയ്യുന്നത് പോലെ സംസാരിച്ചാൽ, നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ, എത്ര ബലഹീനായ വ്യക്തിയും പ്രതികരിക്കും. തീർച്ചയായിട്ടും പ്രതികരിക്കും. കാരണം അവൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. അവസാന മിനിറ്റിലും അവൻ്റെ ആളത്വത്തെ ചോദ്യം ചെയ്യുന്നു. കർത്താവ് പ്രതികരിച്ചില്ല. എന്തുകൊണ്ടാണ്? അവിടെയാണ് വിഷയം.
ക്രൂശിൽ കിടന്ന് 7 മൊഴികൾ പറഞ്ഞത് നമുക്കറിയാം. അതല്ലാതെ മറ്റവർ പറഞ്ഞതിന് നേരെ ഒന്നും കർത്താവ് പ്രതികരിച്ചില്ല. അവർ പറഞ്ഞ പോലെ അവൻ പ്രതികരിച്ചിരുന്നു എങ്കിൽ, ഒരു വാക്കെങ്കിലും കർത്താവ് പറഞ്ഞിരുന്നു എങ്കിൽ ചരിത്രത്തിൻ്റെ ഗതി തന്നെ മാറിയേനെ. അപ്പോൾ പിതാവിനെ മഹത്വപ്പെടുത്തിയതും പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തിയതും എങ്ങനെയാണ്? അവസാന നിമിഷം വരെ, അവസാനം ഏറ്റവും ഒടുവിൽ പറഞ്ഞത് നിവൃത്തിയായി എന്നാണല്ലോ. അത് പറഞ്ഞ് പ്രാണനെ വിട്ടു. വാസ്തവത്തിൽ ദൈവം ശരിക്കും മഹത്വപ്പെട്ട സംഭവമായിരുന്നു അത്. എങ്ങനെ? ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്ന, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ കാണുന്ന പോലെ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നോ എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാ കാര്യത്തിലും ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ പിതാവിനെ പൂർണ്ണമായി അനുസരിക്കുന്ന പുത്രനാണ് എന്ന് ജീവിതം കൊണ്ട് കർത്താവ് വെളിപ്പെടുത്തി. മറ്റു വാക്കിൽ പറഞ്ഞാൽ, ജീവിത സംഭവങ്ങളുടെ മധ്യേ നമ്മുടെ ആളത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന, നമ്മെ നിസ്സാരനാക്കുന്ന ഘട്ടങ്ങൾ വരുമ്പോൾ അപ്പോൾ പോലും പോഷനെ പോലെ പ്രതികരിക്കാതെ കർത്താവിൻ്റെ പാദത്തിൽ നാം താണിരുന്ന എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് ദൈവം വാസ്തവമായി നമ്മൾ മഹത്വം എടുക്കുന്നത്. നമ്മെ നുറുക്കുമ്പോൾ, ശരീരത്തെ മാത്രമല്ല ആളത്വത്തെ നുറുക്കുമ്പോൾ, നമ്മുടെ ആത്മാഭിമാനം ലോകം ചോദ്യം ചെയ്യുമ്പോൾ, നമ്മെ നിസ്സാരനായി ലോകം എണ്ണുമ്പോൾ, മിണ്ടാതിരുന്ന ന്യായമായി വിധിക്കുന്നവൻ്റെ കയ്യിൽ കാര്യങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് കർത്താവിനായി കാത്തിരിക്കുന്നുവെങ്കിൽ അവിടെയാണ് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് യഥാർത്ഥമായി വെളിപ്പെടുന്നത്. അബ്രാഹാമിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം ഞാൻ ഈ സമയത്ത് ഓർമ്മിക്കട്ടെ. ദൈവം അബ്രാഹാമിനോട് ഒരു കാര്യം, നീ ഇപ്പോൾ ദൈവത്തെ അനുസരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എപ്പോ? ഇസ്ഹാക്കിനെ യാഗപീഠത്തെ വെച്ചപ്പോഴും, അല്ലെങ്കിൽ യാഗപീഠം പണിതപ്പോഴും ദൈവം അത് പറഞ്ഞില്ല. ഇസ്ഹാക്കിനെ കൊണ്ടുപോയി ഞാൻ മോര്യാദേശം കൊണ്ട് യാഗം കഴിക്കണമെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ അവനോട് പറഞ്ഞപ്പോൾ, ഒരു പക്ഷേ തലേ ദിവസമായിരിക്കും പറഞ്ഞിരിക്കുന്നത്, അത് രാവിലെ എഴുന്നേറ്റു, അവൻ വിറക് കീറിയെടുത്തു, ഒരുങ്ങി മോനെയും കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞു. താമസം ഒന്നും ഉണ്ടാക്കിയില്ല. പുള്ളി ഉടനെ പോയപ്പോൾ അവിടെ ചെന്നു യാഗപീഠം പണിതു. അപ്പോഴും ദൈവം പറഞ്ഞില്ല, നീ വാസ്തവമായി ദൈവത്തെ അനുസരിക്കുന്നുവെന്ന്, ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന്. പിന്നെ മോനെ അത് കിടത്തി. അപ്പോഴും ദൈവം പറഞ്ഞില്ല. അത് കഴിഞ്ഞ് കത്തിയെടുത്തപ്പോഴാണ് ദൈവം പറഞ്ഞത്. ഞാൻ ആ വാക്യം വായിക്കാം. 12-ാം വാക്യം, ബാലിൻ്റെ മേൽ കൈവെക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായികൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു എന്നവൻ അരുളി ചെയ്തു. കത്തിയെടുത്തപ്പോൾ കത്തി ഓങ്ങുകയാണ്. സെക്കൻഡിൻ്റെ 1 സെക്കൻഡ് സമയം പോലും വേണ്ട. അപ്പോഴാണ് ദൈവം പറഞ്ഞത്, അബ്രാഹാമേ അവനെ തൊടുന്നത്. എന്തൊരു ഇടപെടലാണ്! നീ വാസ്തവമായി നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ, ദൈവത്തിന് നേരത്തെ അറിയത്തില്ലായിരുന്നോ? അറിയാം, പക്ഷേ പ്രായോഗികമായി കാണിക്കണം. അതിൽ 16-ാം വാക്യം, നീ ഈ കാര്യം ചെയ്ത് നിന്റെ ഏകജാതനായ മകനെ തരുവാൻ മടിക്കായികൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അപ്പോൾ നീ ദൈവത്തെ ഭയപ്പെടുന്നെന്ന് മോനെയും കൊണ്ട് പോയപ്പോൾ പറഞ്ഞില്ല, യാഗപീഠം പണിതപ്പോഴും പറഞ്ഞില്ല, യാഗപീഠത്തിൽ അവനെ കിടത്തിയപ്പോഴും പറഞ്ഞില്ല. കത്തിയെടുത്തപ്പോൾ ദൈവമുണ്ട്. ഇതുപോലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി വേളകളിൽ നമ്മെ സമൂലം നിൽക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ നീ മഹത്വപ്പെട്ടാൽ മതി എന്ന് ദൈവത്തോട് പറയുവാൻ നമുക്ക് സാധിക്കുമോ? പൗലോസ് പറഞ്ഞു, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിലുണ്ട്, ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ മഹത്വപ്പെടണമെന്നേ എനിക്കുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്കെല്ലാം പൊതുവിലുള്ള ആഗ്രഹം, ഞാൻ പൊതുവെ ഇങ്ങനെ പറയാറുണ്ട്, 5 അപ്പവും 2 മീനും എടുത്ത് കർത്താവ് വലിയൊരു 5000 പേരെ പോഷിപ്പിച്ച സ്ത്രീകളും കുട്ടികളും കൂടാതെ
പുരുഷന്മാർ മാത്രമടങ്ങിയ 5000 പേരെ പോഷിപ്പിച്ചത് ആ സുവിശേഷങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, അപ്പം കർത്താവിൻ്റെ കയ്യിൽ അപ്പം എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു, ഒരു ബാലകൻ്റെ കയ്യിൽ 5 യവത്തപ്പവും 2 ഇച്ചിരി മീനുമുണ്ട്, 2 മീനുമുണ്ട്, അതിങ് കൊണ്ടുപോകാമെന്ന് കർത്താവ് പറഞ്ഞു. മീൻ കൊണ്ടുവന്നു, അപ്പം കൊണ്ടുവന്നു, കർത്താവിനെ ഏൽപ്പിച്ചു. കർത്താവ് അപ്പം എടുത്ത് വാഴ്ത്തി സ്വർഗത്തേക്ക് നോക്കി അപ്പം ഇങ്ങനെ പിടിച്ചിരിക്കുക. ഞാനിങ്ങനെ പറയാറുണ്ട്, നമുക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ 5000 പേര് പന്തി 5000 അല്ല, ഒരു പുരുഷന്മാർ മാത്രമാണ് 5000, സ്ത്രീകളുടെയും കുട്ടികളുടെയും കണക്ക് അവിടെ പറയുന്നില്ല. അപ്പോൾ ഒരു 15000 പേരെങ്കിലും കാണും. ആ സമയത്ത് അവരുടെ എല്ലാം മുന്നേ അവരെല്ലാം വിശന്ന് നോക്കിയിരിക്കുകയല്ലേ, നിങ്ങൾക്ക് ആഹാരം തരാം ഇരിക്കെന്ന് പറഞ്ഞ് അവരെ ഇരുത്തിരിക്കല്ലേ. അപ്പോൾ എല്ലാവരും ശ്രദ്ധ കർത്താവിൻ്റെ കയ്യിലാണ്. അപ്പം ഇങ്ങനെ എടുത്തപ്പോൾ അതെല്ലാവർക്കും കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവിടെ ഇല്ലായിരുന്നുകൊണ്ട് ആ രംഗം വിഷ്വലൈസ് ചെയ്യേ നിവൃത്തിയുള്ളൂ. ഇങ്ങനെ അപ്പം കർത്താവിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇങ്ങനെ ഏന്തിക്കൊണ്ട് ഒരു 1-2 മണിക്കൂർ അങ്ങനെ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. എന്തായിരിക്കും സ്ഥിതി? അവിടെ യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. നമുക്കിഷ്ടമല്ല കർത്താവിൻ്റെ കയ്യിൽ അപ്പം ഇങ്ങനെ പൊങ്ങി എല്ലാവരെയും കാണുക, അപ്പം ഇരിക്കുന്ന പോലെ നാം ഇരുന്നാൽ നമുക്ക് വലിയ ഇഷ്ടമാണ്. വാഴ്ത്തി കഴിഞ്ഞ് കർത്താവ് ഒരു സ്വർഗത്തേക്ക് നോക്കി അപ്പം വാഴ്ത്തി, അത് കഴിഞ്ഞ് സ്വോത്രമൊക്കെ ചെയ്ത് കർത്താവ് ഒരു കാര്യം ചെയ്തു. അവൻ്റെ കൈകൊണ്ട് തന്നെ അപ്പത്തെ നുറുക്കി കൊടുത്തു. പിന്നെ അപ്പം മേലോട്ടല്ല പോകുന്നത്, അതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെട്ടു, അതിൻ്റെ രീതി നഷ്ടപ്പെട്ടു. പിന്നെ ഒരിക്കലും അത് പഴയതുപോലെ ആയില്ല. അത് മാത്രമല്ല താഴോട്ടാണ് പോകുന്നത്. പിന്നെ പക്ഷേ അത് പോയപ്പോൾ ജനത്തെല്ലാം അവിടെ കൂടി വന്ന ജനത്തെല്ലാം അനുഗ്രഹമായി മാറി. നമുക്കെല്ലാം എപ്പോഴും കർത്താവിന് കൈക്ക് ഭാരമായി അപ്പോൾ ഇങ്ങനെ ഇരിക്കണം. നമുക്കൊരു മാറ്റം വരാൻ പാടില്ല. നമ്മെ നുറുക്കരുത്, നമ്മുടെ ഷേപ്പ് മാറ്റരുത്. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കുന്നു, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകുന്ന ഏതൊരു ധാന്യവും നിലത്ത് ഇട്ട് വെള്ളത്തോടുള്ള സമ്പർക്കമുണ്ട്, ഈർപ്പത്തുള്ള സമ്പർക്കം ഉണ്ടായി കഴിയുമ്പോൾ അത് വീർക്കും, അത് പൊട്ടും, അതിൻ്റെ ഷേപ്പ് പിന്നെ ഒരിക്കലും അതിന് കിട്ടത്തില്ല. പക്ഷേ അതിൻ്റെ ഷേപ്പ് പോകുമ്പോൾ അതിൽ നിന്ന് മറ്റനേക മണികളുണ്ടാകും. ഇത് തന്നെയാണ് കർത്താവിനുണ്ടായത്. വാസ്തവത്തിൽ കർത്താവ് അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അപമാനവും നിന്നെയും എല്ലാം സഹിച്ച എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്ന പോലെ തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അപ്പോൾ അവൻ അപമാനമല്ല, കാരണം മുൻപിലൊരു സന്തോഷമുണ്ട്. ഇതുപോലെ കർത്താവ് നമ്മെ നുറുക്കിയാൽ, തളർത്തിയാൽ, നമ്മുടെ ഷേപ്പ് മാറ്റിയാൽ, നമ്മളിരിക്കുന്ന കംഫർട്ട് സോൺ തകർത്താൽ ഒരിക്കലും നാശത്തിനല്ല. നാം ആ സമയത്ത് കർത്താവേ എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് മനസ്സോടെ പറഞ്ഞ് അവൻ്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറും. അനേകർക്ക് സംഭവിക്കുന്നത് നിന്ന കൊണ്ട് മറ്റു പലരുടെ അപവാദങ്ങൾ കൊണ്ട് തളർന്ന് മനസ്സിരിഞ്ഞ് പ്രത്യാശ നഷ്ടപ്പെട്ട് അവർ തകർന്നു പോകുന്നു. എന്നാൽ ആ സമയത്ത് നാം മൗനമായിരിക്കുമ്പോൾ, വിശ്വസ്തനായ ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിക്കുമ്പോൾ, നാം കർത്താവിൽ ആശ്രയിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വത്തോടെ വെളിപ്പെടും. ഇത് കാൽവരി ക്രൂശിലും വെളിപ്പെട്ടത് അതാണ്. പൂർണ്ണമായി ദൈവത്തെ അനുസരിക്കുന്ന ദൈവപുത്രൻ. ഒരു വാക്കുകൊണ്ട് കർത്താവ് അവിടെ നിന്ന് അതിന് വിഘ്നം വരുത്തിയിരുന്നു എങ്കിൽ ചരിത്രഗതി തന്നെ വേറൊന്നാകുമായിരുന്നു, ലോകത്തിൻ്റെ അവസ്ഥ തന്നെ വേറൊന്നാകുമായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കുക. വീണ്ടെടുപ്പിൻ്റെ പ്രക്രിയ മുഴുവൻ താളം തെറ്റിന് അതിനായിട്ടാണ് പിശാച് അശ്രാന്തം പരിശ്രമിച്ചത്, അവസാന നിമിഷവും പരിശ്രമിച്ചത്. ഇതേ കാര്യം തന്നെയാണ് കർത്താവിനോട് ചെയ്തത് തന്നെയാണ്. വേറൊരർത്ഥത്തിൽ ഒരുപക്ഷെ നമുക്ക് ക്രൂശ് തരുന്നില്ലായിരിക്കാം, വേറൊരർത്ഥത്തിൽ നമ്മുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്
ആകയാൽ നമ്മെ നുറുക്കുവാൻ ഏൽപ്പിക്കുമ്പോൾ നാം തടസ്സം നൽകുന്നോ? പറ്റില്ല കർത്താവേ, പറ്റില്ല, ഞാൻ പറയുന്ന പോലെ വേണമെന്ന് നാം പറയുന്നുവോ? അതോ മനസ്സോടെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ദൈവവും പിതാവും മഹത്വപ്പെടും, പുത്രനും മഹത്വപ്പെടും, കർത്താവ് നമ്മൾ മഹത്വപ്പെടും. നമ്മുടെ ജീവിതം മറ്റെന്തിനേക്കാളും കർത്താവിന് പ്രയോജനമാകും. ദൈവം നമ്മെ ഉപയോഗിക്കും. അതാണ് ദൈവത്തിൻ്റെ മാർഗം. നിർഭാഗ്യവശാൽ പലരുടെയും ജീവിതത്തിൽ അത് സംഭവിക്കുന്നില്ല. ഈ തൻ്റെ പ്രക്രിയയിൽ കൂടെ കർത്താവ് കടത്തി വീഴുമ്പോൾ അവനോട് മത്സരിച്ച് മറുതലിച്ച് ദുഃഖിപ്പിച്ച് അവരെക്കുറിച്ചുള്ള ദൈവോദ്ദേശം നടക്കാതെ പോകുന്ന അനുഭവം കൊണ്ട് നമുക്കിത് വരാതിരിപ്പാൻ സൂക്ഷിക്കാം. ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് എൻ്റെ വാക്കിൽ അവസാനിപ്പിക്കട്ടെ. പിതാവേ, പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തുന്ന പുത്രനെ മഹത്വപ്പെടുത്തണമേ. പുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തുന്നത് കാലുഴി ക്രൂശിൽ പ്രാണൻ പോകുന്നവരെ പൂർണ്ണമായി അനുസരിച്ചു. പൂർണ്ണമായി, ഒട്ടും ഭേദഗതിയില്ലാതെ സമ്പൂർണമായി അനുസരിച്ചു. കർത്താവിൻ്റെ യാഗപീഠത്തിൽ നമ്മെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് അവൻ്റെ ഹിതം നമ്മിൽ പൂർണ്ണമായി നിറവേറുന്നതിന് നമ്മെ വിട്ടുകൊടുക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായ കാര്യം. ഞാൻ അബ്രഹാമിൻ്റെ കാര്യം ഒന്നുകൂടെ പറയണ്ടേ? അബ്രഹാമിനോട് ദൈവം പറഞ്ഞ പോലെ ഇപ്പോൾ കത്തിയെടുക്കുക, അല്ലെങ്കിൽ എല്ലാം ഒരുക്കി 3 ദിവസം യാത്ര ചെയ്താണ് അവിടെ എത്തിയത്. മല കയറി എല്ലാം ചെയ്തു. അപ്പോഴൊന്നും ദൈവം ഒന്നും വേണ്ടിയില്ല. എന്നാൽ അവൻ മകനെ യാഗപീഠത്തിൽ വിറകടുക്കി മകനെ യാഗപീഠത്തിൽ കിടത്തി. കത്തി എടുത്തു കഴിഞ്ഞപ്പോൾ ദൈവം വാസ്തവം പറഞ്ഞ നിമിഷാർത്ഥത്തിൽ അന്നേരത്തെ ദൈവം ഇടപെട്ടില്ലെങ്കിൽ അബ്രഹാം ഇസാക്കിനെ കൊല്ലുമായിരുന്നു. അവനെ മടിയില്ല. കാരണം മാമൻ മരിച്ചാലും തനിക്ക് അവനെ തന്ന ദൈവത്തിന് ജീവനിപ്പിച്ച് തരാൻ കഴിയുമെന്നുള്ള വിശ്വാസം അവനുണ്ടായിരുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവത്തെ അവൻ വിശ്വസിക്കുന്ന റോമാലേഖനത്തിൽ കാണാം. ഇത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഈ ദൈവിക മാർഗം, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ട മാർഗം എന്തെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്ന പരിപൂർണമായി യാഗപ്പെടുന്ന നുറുക്ക് എങ്ങനെ നുറുക്കിയാലും തിരിഹിതമാകട്ടെ എന്ന് പറയുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? നമ്മെ തന്നെ പരിശോധിക്കാം. വലിയവനാദ്യം നമ്മെ സഹായിക്കട്ടെ. യഥാർത്ഥമായി ദൈവം നമ്മൾ മഹത്വപ്പെടുന്നത് ഇങ്ങനെയാണ്. ശക്തിയായി ശുശ്രൂഷ ചെയ്ത് എല്ലാവരും മുന്നേ പ്രസിദ്ധിയോടെ നിൽക്കുന്നത് നമുക്കെല്ലാം ഇഷ്ടമാണ്. പക്ഷേ അപമാനത്തിൻ്റെ മാർഗം, നിന്ദയുടെ മാർഗം ആർക്കും ഇഷ്ടമല്ല. എന്നാൽ ദൈവത്തിന് വാസ്തവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവം യഥാർത്ഥമായി മഹത്വപ്പെട്ടത്, ദൈവപുത്രൻ മഹത്വപ്പെട്ടത് ഇതിലാണ്. ചോദ്യം ചെയ്യാതെ എന്നെ അനുസരിക്കുന്ന പുത്രൻ. കർത്താവിന് പറയാണ്ട് ചോദ്യം ചെയ്യാതെ എൻ്റെ പിതാവിനെ അനുസരിച്ചു. എത്ര പരിപൂർണ പെർഫെക്റ്റ് സബ്മിഷൻ, സമ്പൂർണമായി സമർപ്പണമുള്ള, സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുത്ത സുഗ്രാഹ്യയാഗമായ അവസ്ഥ, അതിലല്ലേ പിതാവ് മഹത്വപ്പെട്ടത്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു വാക്കുകൊണ്ടെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് വിഘ്നം വരുത്തിയിരുന്നെങ്കിൽ ചരിത്രഗതി വേറൊന്നാകുമായിരുന്നു. വീണ്ടെടുപ്പിൻ്റെ പ്രക്രിയ മുഴുവൻ താളം തെറ്റുമായിരുന്നു. പിശാച് സർവ്വരെ ഉപയോഗിച്ച് അവനത് ശ്രമിച്ചു, അവൻ പരാജയപ്പെട്ടു. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പലതും നമ്മെ ഡിസ്ട്രാക്ട് ചെയ്യുവാൻ, ശ്രദ്ധ തിരിക്കുവാനുള്ള സാത്താന്യ തന്ത്രമായിരിക്കാം. അത് മനസ്സിലാക്കി ദൈവത്തിന് ഏൽപ്പിക്കുക. പിന്നീട് വരുന്ന മഹത്വം വർണ്ണിക്കാൻ സാധ്യമല്ല. പക്ഷേ അത് പ്രാപിക്കണമെങ്കിൽ ഇതിൽ കൂടെ ഈ വഴിയെ കടന്നുപോയേ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ആത്മാவோട് ഇടപെട്ട് നമ്മെ നുറുക്കുമ്പോൾ നാം എങ്ങനെ പ്രതികരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാം. ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, വിശ്വസ്ത പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ദൈവപുത്രൻ പിതാവിനെ മഹത്വപ്പെടുത്തിയത് എങ്ങനെയെന്ന് നുറുക്കത്തിൽ കൂടെ തന്നെ നുറുക്കുവാൻ, തകർക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തൽ കൂടിയാണെന്ന് ഞങ്ങൾക്ക് ചിന്തിപ്പാൻ ഇടയായല്ലോ. വാസ്തവമായി പിതാവിനെ അനുസരിക്കുന്ന, കർത്താവിനെ അനുസരിക്കുന്ന അവസ്ഥ ഞങ്ങളുടെയും ജീവിതത്തിൽ ചോദ്യം ചെയ്യാതെ ഞങ്ങളുടെ യാഗപീഠത്തിൽ യാഗമായി തീരുവാൻ
എല്ലാവരെയും സഹായിക്കുമാറാണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.